കലിയുഗത്തിന്റെ അന്ത്യത്തിൽ മഹാവിഷ്ണുവിന്റെ അവസാനത്തെ അവതാരമായ കൽക്കി വെറും കലിപുരുഷനെ മാത്രം നേരിടുമെന്ന് പറയുന്നത് ശരിയല്ല. ആ യുദ്ധം അതിഭയങ്കരമായിരിക്കും. കൽക്കി അവതാരത്തിന് തുണയായി എത്തുന്നത് സപ്ത ചിരഞ്ജീവികളായിരിക്കും. മഹാഭാരതത്തിലെയും പുരാണങ്ങളിലെയും അനശ്വരരായ ഈ 7 മഹാരഥന്മാർ കൽക്കി ഭഗവാന് ശക്തിയേകും. അതേസമയം കലിപുരുഷനും സ്വന്തമായി ഒരു വലിയ സൈന്യമുണ്ട്. അതിൽ അനേകം അപകടകാരികളായ അസുരന്മാർ ഉൾപ്പെടുന്നു. ഈ സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സൈന്യാധിപന്മാർ കഴിഞ്ഞ 5000 വർഷങ്ങളായി ജീവിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ 2 സൈന്യാധിപന്മാരും ദ്വാപരയുഗത്തിലെ കുപ്രസിദ്ധനായ ശകുനിയുടെ പിന്മുറക്കാരാണ്. ശകുനിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. 2 പേരും കൊല്ലപ്പെട്ടെങ്കിലും രണ്ടാമത്തെ പുത്രനായിരുന്നു വൃകാസുരൻ. ഇവൻ മഹാദേവനുമായി ബന്ധപ്പെട്ട വൃകാസുരനല്ല. വൃകാസുരന്റെ 2 പുത്രന്മാരാണ് ഈ സൈന്യാധിപന്മാർ. കോക്ക് എന്നും വികോക്ക് എന്നും ഇവരെ വിളിക്കുന്നു. കോക്കും വികോക്കും ബ്രഹ്മാവിൽ നിന്ന് ഒരു അത്യപൂർവമായ വരം നേടി. ആ വരം അനുസരിച്ച് അവരെ ആർക്കും വധിക്കാൻ സാധിക്കുകയില്ല. അതായത് ഒരാൾ മരിച്ചാൽ മറ്റേയാൾ വെറുതെ നോക്കിയാൽ മാത്രം മതി അവർക്ക് പരസ്പരം ജീവൻ തിരികെ നൽകാൻ കഴിയും. അവരുടെ ശക്തി അത്രത്തോളം വലുതാണ്. ഈ കഥയിലെ പുരാണ പരാമർശങ്ങൾ അനുസരിച്ച് ഒരവസരത്തിൽ യുദ്ധത്തിൽ വെച്ച് കൽക്കി അവതാരത്തെ പോലും കോക്കും വികോക്കും ചേർന്ന് നിരായുധനാക്കുമെന്നും അദ്ദേഹത്തിന്റെ ആയുധങ്ങളെല്ലാം തകർത്തെറിയുമെന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 അസുരന്മാരെ തോൽപ്പിക്കണമെങ്കിൽ കൽക്കി അവതാരത്തിന് പോലും മഹാദേവന്റെയും ബ്രഹ്മാവിന്റെയും സഹായം ആവശ്യമായി വരും. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ഈ ഘട്ടത്തിൽ ബ്രഹ്മാവും മഹാദേവനും തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് കോക്കിനെയും വികോക്കിനെയും പരാജയപ്പെടുത്താനുള്ള കൃത്യമായ മാർഗം കൽക്കി ഭഗവാന് വെളിപ്പെടുത്തി കൊടുക്കും എന്നാണ്. ബ്രഹ്മാവിൽ നിന്നും മഹാദേവനിൽ നിന്നും വിജയത്തിന്റെ ദിവ്യ രഹസ്യം ഗ്രഹിച്ച നിമിഷം മഹാവിഷ്ണുവിന്റെ പൂർണ്ണ ശക്തിയോടെ കൽക്കി ഭഗവാൻ പ്രകാശിക്കും. ചിരഞ്ജീവികളെ തന്റെ വലതു കൈയിലെ ശക്തിയായും ദേവദത്തൻ എന്ന വെള്ളക്കുതിരയെ കാലത്തിന്റെ വേഗതയായും സ്വീകരിച്ചുകൊണ്ട് ആ ദിവ്യ യോദ്ധാവ് പോർക്കളത്തിലേക്ക് കുതിച്ചുപായും. മഹാവിഷ്ണുവിന്റെ അംശമായ ആ വാളിന്റെ തീഷ്ണതയിൽ ശകുനിയുടെ ദുഷ്ടവംശമായ കോക്കും വികോക്കും ഉൾപ്പെടെയുള്ള കലിപുരുഷന്റെ സകല സൈന്യവും കാലാഗ്നിയിൽ എന്ന പോലെ എരിഞ്ഞടങ്ങും. അധർമ്മത്തിനെതിരെ തലയുയർത്തിയ സർവ്വശക്തികളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് കൽക്കി ഭഗവാൻ ലോകത്തിന്റെ നെറുകയിൽ ധർമ്മത്തിന്റെയും സമാധാനത്തിന്റെയും സിംഹാസനം പുനഃസ്ഥാപിക്കും. അങ്ങനെ കലിയുഗത്തിന്റെ അന്ധകാരത്തെ എന്നേക്കുമായി അവസാനിപ്പിച്ച് പുതിയ സത്യയുഗ പിറവിയിലേക്ക് തിരികൊളുത്തുന്ന ലോകരക്ഷകനായി യുഗങ്ങൾ ഓർമ്മിക്കുന്ന മഹാപ്രഭാവമായി കൽക്കി ഭഗവാൻ എന്നേക്കുമായി വാഴ്ത്തപ്പെടും.